ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഒരു ദിവസം കൂടെ എന്നോട് ക്ഷമിക്ക്. എന്റെ മനസ്സൊന്ന് നേരെയോട്ടെ. നവീൻ, ഞാൻ ടെൻസ്ഡ് ആണ്. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ പറ്റുന്നില്ല. ഐ എം സോറി. നീ എന്താ മോളെ കാണിക്കുന്നേ? കഴിക്കുന്നില്ലേ? ഇന്ന് ഒരുപാട് വെയിൽ കൊണ്ട് നടന്നതാ. അതിന്റെ കൂടെ ഭക്ഷണം കൂടെ കഴിക്കാതിരുന്ന അവള് കഴിച്ചോളും. മോളെ, കറി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ. വേണ്ട സുന്ദേച്ചി, എനിക്കെന്തോ വിശപ്പില്ല. എല്ലാവരെയും ആശ്വസിപ്പിച്ച് ഇവിടെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നതോടെ എല്ലാ ധൈര്യവും പോയോ? എനിക്ക് വിശപ്പില്ലഞ്ഞിട്ടാ. വഴിയിൽ വെച്ച് നവീനെ കണ്ടത് മുതല് അവളുടെ ഉള്ള ധൈര്യം കൂടെ ചോർന്നുപോയി. അന്നേരം മുതൽ നല്ല മാനസികാവസ്ഥയിലല്ല. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ, പെട്ടെന്ന് അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? അവള് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലാതെ സ്നേഹിച്ചു പോയിന്ന്. തങ്കം കരയാൻ തുടങ്ങുവാണോ? കൃഷ്ണയ്ക്ക് ധൈര്യം കൊടുക്കേണ്ടത് നമ്മളെല്ലാരും കൂടിയല്ലേ. മനസ്സ് കൈവിട്ടു പോകുമ്പോ അവള് കുറച്ചുനേരം ഒറ്റയ്ക്കിരുന്നോട്ടെ, കരഞ്ഞോട്ടെ. നമ്മളെല്ലാവരും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നിന്നാല് അവളുടെ മനസ്സിന്റെ വിഷമം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കുറച്ചുനാൾ കഴിഞ്ഞിട്ടേ ഇനി അവൾക്കൊരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. എനിക്ക് തോന്നുന്നില്ല ഗോപാല. കുട്ടിക്കാലം മുതലേ കാണുന്നില്ല ഞാൻ അവളെ. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാലും അതേന്ന് അവള് മാറില്ല. അതാ ശീലം. തങ്കേച്ചി ഒന്ന് സമാധാനിക്ക്. എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു നമ്മുടെ മുമ്പില്. കൃഷ്ണ മരണത്തിന് മുന്നിൽ നിൽക്ക വരെ ചെയ്തില്ലേ, എന്നിട്ടോ തിരിച്ചു വന്നില്ലേ? നമ്മളുടെ കൂടെയൊക്കെ ചിരിച്ചും കളിച്ചും അവള് നിൽക്കുന്നില്ലേ? സുനന്ദേ, ഇതെടുത്ത് വെച്ചേക്ക്. തങ്കേച്ചി ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെ? മരുന്ന് കഴിച്ചിട്ട്. ആവശ്യത്തിനുള്ളത് ഞാൻ കഴിച്ചു. ഇനി വയ്യ. അമ്മയും കഴിച്ചില്ല, മോളും കഴിച്ചില്ല. ഇനിയിപ്പോ രണ്ടുപേരും കൂടി ഇരുന്ന് കരയും. നമുക്ക് കരയാൻ പാടില്ലെന്ന് കൽപ്പന ഇറക്കാനൊന്നും പറ്റില്ലല്ലോ. ചില സങ്കടങ്ങൾ കരഞ്ഞു തന്നെ തീരണം. തീരട്ടെ. എന്തുപറ്റി? ഇങ്ങോട്ട് കയറാൻ ഇനി ചിട്ടവട്ടങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? കയറി വാടോ.
അതെ, നമുക്ക് രണ്ടുപേർക്ക് ഒരു റൈഡ് പോയാലോ? വേണ്ട വേണ്ട. ഞാനെന്താ പറഞ്ഞെന്നറിയാമോ? വീണ്ടും വീണ്ടും മനസ്സിൽ തോന്നുന്ന ഈ പേടിയുണ്ടല്ലോ, ഒരു യാത്രയൊക്കെ ചെയ്ത് നമ്മൾ തമ്മിൽ സംസാരിച്ച തിരിച്ചെത്തുമ്പോഴേക്കും അതങ്ങ് പോവും. പിന്നെ നൈറ്റ് റൈഡ് തനിക്ക് ഇഷ്ടമാണെന്നല്ലേ താൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പോവാടോ? ഇപ്പൊ വേണ്ട നവീൻ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാ മതി. തന്റെ കംഫർട്ടാണ് എന്റെ പ്രയോറിറ്റി. ഓക്കെ, കുറെ കാലം വ്രതം, അത് കഴിഞ്ഞ് ഒന്നിക്കാൻ തീരുമാനിച്ചപ്പോ പേടി. ഇനി എന്താ പുതിയ എന്തെങ്കിലും ഉണ്ടോ? നവീൻ എല്ലാം തമാശയാ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് തോറ്റു പോകും. ഒരു കാര്യം ചെയ്യും, നമ്മള് പ്രണയിച്ച് നടന്ന കുറെ നിമിഷങ്ങളില്ലേ, അതൊക്കെ താനൊന്ന് മനസ്സിലോർത്തേ. അങ്ങനെയാകുമ്പോ അറിയാതെ മനസ്സിലുള്ള ചിന്തകളൊക്കെ അങ്ങ് പോകും. എന്നിട്ട് ഈ വലിയ ലോകത്ത് ഞാനും താനും തനിച്ചാവും. ഓക്കെ അല്ലേ? ഗത, ഉള്ളിൽ തോന്നിയ ഭയത്തെ ഞാനൊട്ടും മനസ്സിലാക്കുന്നില്ല എന്നൊന്നും കരുതരുത്. ഈ പേടിയും ടെൻഷനും ഒക്കെ നമുക്ക് നമ്മുടെ പ്രണയം കൊണ്ട് തോൽപ്പിക്കാം. ഗത, നോ നവീൻ. എന്തു പറ്റി? നവീൻ, ഇന്നലെ കണ്ട ആ സ്ഥലത്ത് ആ നാഗമുണ്ട്. ദേ ആ തലനയുടെ അടിയില്. എന്താണോ താൻ ഈ പറയുന്നത്? ഞാനിപ്പോ ഇവിടെ മുഴുവൻ ചെക്ക് ചെയ്തേ ഉള്ളൂ. ഇല്ല ഉണ്ട്, എനിക്കത് ഉറപ്പാ. അവിടെ തന്നെ ഉണ്ടത്. എന്നാ പിന്നെ താൻ തന്നെ നോക്ക്. നവീൻ വേണ്ട. ദാ, നോക്ക്. എടോ, താൻ എന്തേ കാണിക്കുന്നേ? കണ്ണു തുറന്നിട്ട് നോക്ക്. ദേ ഇവിടെ ഒന്നുമില്ല. അയ്യോ, ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. ചിലപ്പോഴേ ഈ ബെഡിനിടയിൽ എവിടെയെങ്കിലും കേറിയിരിക്കും. ശരി, എന്നാ അയ്യോ, ഇനി ബെഡ് വേണ്ട നവീൻ, വേണ്ട വേണ്ട. ഇവിടെ ഒന്നുമില്ല. ഇപ്പൊ തന്നെ തോന്നലൊക്കെ മാറിയോ? എടാ, ഇത്രേ ഉള്ളൂ. താനും വന്നേ. ഏയ് നോ നവീൻ, നോ. ഗാഥ, നവീൻ, ഈ ഒരു ദിവസം കൂടെ എന്നോട് ക്ഷമിക്ക്. എന്റെ മനസ്സൊന്ന് നേരെ ഇവിടെ. എടോ നവീൻ, ഞാൻ ടെൻസ്ഡ് ആണ്. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ പറ്റുന്നില്ല. ഐ എം സോറി. ഗാഥ, ആ മോളെ, മോളെ എന്തു പറ്റി? എന്തിനാ കരയുന്നേ? എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല മമ്മി. എങ്ങോട്ട് നോക്കിയാലും അവിടെയൊക്കെ പാമ്പിന്റെ ചീറ്റലും രൂപവും.